ഇല്ലല്ലോ ഇവിടെ വന്നിട്ട് പോയാൽ ഇത്രയാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് പോയാൽ ഒരു ഇതേ പറയാനുള്ളൂ. ഇത് കണ്ടോ ടീഷർട്ടിന്റെ ബാക്കിൽ ഇതേ പറയാനുള്ളൂ. പരിപാടിയായി ഉള്ള കാര്യം പറയുന്നത്. തൊഴിൽ വരെ 3 മണി വരെ തൊട്ട് ആൾക്കാർക്ക് ഈ സമയം വരെ കളി കെട്ടി കിടക്കായിരുന്നു. അവസാനം കാണിച്ചത് വെറും തന്നല്. കഴിഞ്ഞ ദിവസം കിളിമാനൂർ വെച്ച് നടക്കാനിരുന്ന വേടന്റെ പ്രോഗ്രാം ക്യാൻസൽ ആയതിനെ തുടർന്നിട്ടാണെങ്കിൽ നല്ല രീതിയിൽ തെരുവിളി കാര്യങ്ങളൊക്കെ ഇന്നലെ വേടനാണെങ്കിൽ അവിടെയുള്ള കുറച്ച് ഓഡിയൻസിൽ നിന്ന് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രോഗ്രാമിന് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെയാണെങ്കിൽ വേടനാണെങ്കിൽ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ജനത്തിരക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനും വലിയൊരു വേദിയിൽ, ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എൻ്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്ന ഒരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. സോ ഇതാണ് ആ ഒരു സംഭവം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവിടെ അങ്ങനെ ഒരു ടെക്നീഷ്യൻ എനിക്കൊന്ന് LED വാൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ഷോക്കേറ്റ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വേടൻ അവിടെ നിന്ന് ഇങ്ങനൊരു പ്രോഗ്രാം പെർഫോം ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം അരോചകമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. അതായത് ഒരാൾ അപ്പുറത്ത് മരണപ്പെട്ട് കിടക്കുമ്പോൾ ഇപ്പുറത്ത് നിന്നിട്ട് ആർത്തുല്ലസിച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാട്ടുപാടി ആർമാദിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഒരു വേടനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. എത്ര മോശപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും അങ്ങനെ ഒരു പെർഫോം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനമുണ്ട് അല്ലേ? ആ മനസാക്ഷി ഉള്ളതിൻ്റെ പേരിലാണ് വേടൻ അങ്ങനെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ചെയ്യാണ്ട് ഞാനത് ക്യാൻസൽ ചെയ്യാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനെ വേടനെ ഇപ്പം ആ ഒരു കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും വേടനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് അത്രത്തോളം ഇഷ്ടപ്പെട്ട്. കാര്യം ഏത് കലാകാരൻ ചെയ്യട്ടെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിലാണെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതേ വേടനാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആണെങ്കിൽ കുറെ ആൾക്കാർ ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. തൊഴിൽ വരെ 3 മണി വരെ തൊട്ട് ആൾക്കാർക്ക് ഈ സമയം വരെ കളി കെട്ടി കിടക്കായിരുന്നു. അവസാനം കാണിച്ചത് വെറും തന്നല്. വെറും തന്തയില്ലാത്തവരാന്നൊക്കെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പം ഇവരിങ്ങനെ പറയാനൊക്കെ ഒരു കാരണക്കാരായിട്ടുള്ളത് അവിടുത്തെ സംഘാടകർ തന്നെയാണ്. ആ സംഘാടകർ ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്യാൻസൽ ആയതിനെ തുടർന്നിട്ട് എന്താണ് പറയുന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായതിനാൽ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ക്യാൻസൽ ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത് നമുക്ക് ഈ ഗ്രൗണ്ടിൽ കൊള്ളുന്നതിനേക്കാളും ഉപരിയാണ്. കൂടാതെ നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ്. കാരണം വേടനോടുള്ള അത്രയും ആരാധകരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്കായത്. ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. റോഡ് ബ്ലോക്ക് ആയതിന്റെ പേരിൽ വേടൻ അവിടെ എത്താൻ പറ്റില്ല. സോ പരിപാടി ക്യാൻസൽ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ തന്തയ്ക്ക് വർക്കാഴിക വിളിച്ചു പറഞ്ഞ് ഏത് പുന്നാര മോനാണെന്നുള്ള അറിയത്തില്ല. കാര്യം ആ വിളിച്ചു പറഞ്ഞ ഒരൊറ്റ ഒരുത്തം കാരണം അല്ലെങ്കിൽ ആ സംഘാടകർ കാരണമാണ് വേടനെ പറ്റിയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ആൾക്കാർ രോക്ഷം ഉണ്ടാക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളിപ്പം ഇങ്ങനെ സംഘാടകർ പറഞ്ഞെന്നുള്ളതല്ലാതെ വേടൻ എന്ത് പറഞ്ഞു എന്തെന്നുള്ളതൊന്നും കേൾക്കാതെ ഇത്രയും രോക്ഷകളിനായിട്ട് വേടനെ ആണെങ്കിൽ കുറേ പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയേക്കുന്ന ഇത്തരം വിപ്ലവങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വേടൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വെറുതെ ചുമ്മാ തോന്നിയിട്ട് ഇവിടെ തിരക്കല്ലേ എന്നാൽ പിന്നെ എനിക്ക് പ്രോഗ്രാം ചെയ്യണം ഞാനങ്ങ് തിരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരാളാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി സംഘാടകർ ചെയ്തൊരു പരിപാടിയാണെങ്കിൽ അങ്ങനെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വീഡിയോസിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നേരിട്ട് ആ ഒരു പ്രോഗ്രാമിൻ്റെ അടുത്ത് ഇത് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. അതിലൊരാൾ ഇട്ടേക്കുന്ന കമൻറ്റ് അങ്ങോട്ട് വായിക്കാം. പ്രിയപ്പെട്ട വേടനോട്, ഇന്ന് 5 മണിയോടെയാണ് അദ്ദേഹത്തിന് ഷോക്കേറ്റ് മരണം സംഭവിച്ചത്. ഇത് ആ
ഇത് ആ കാര്യം കമ്മിറ്റിക്കാർ മറച്ചു വെച്ചിട്ടാണ് 10:30 മണി വരെ അത്രയും ആൾക്കാരെ അവിടെ പിടിച്ചു നിർത്തിയത്. താങ്കൾ അവിടെ വന്നിരുന്നെങ്കിൽ അവിടുത്തെ ദയനീയമായ അവസ്ഥ മനസ്സിലാകുമായിരുന്നു. ഒരടി പൊക്കത്തിന് ചെളി ഉണ്ടായിരുന്നു. ചെളിയില്ലാത്ത ഒരേ ഒരു സ്ഥലം താങ്കൾക്ക് നിൽക്കാൻ ചെയ്ത സ്റ്റേജ് മാത്രം. ഒന്നാമത് ആ ചെറിയ റോഡാണ്. ഷോ ക്യാൻസലായി എന്ന് പറഞ്ഞതും അത്രയും ജനം ഒരുമിച്ചിരിച്ച് റോഡിലോട്ട് കയറി. പോലീസ് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അത്ര തിരക്ക്. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെയൊക്കെ സേഫ് ആക്കാൻ ഒരുപാട് പാടുപെട്ടു. കുറേ പേരെ ആംബുലൻസ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവരുടെ കാര്യം എന്താകുമെന്ന് ആർക്കും അറിയില്ല. പിന്നെ ഇത്രയും തിരക്കിനിടയിലും പിതാവിന് മുമ്പ് പൂജിതനായ കുറേ മക്കൾ പെൺകുട്ടികളുടെ മാറിടത്തിലും ബാക്കിലും പിടിക്കാൻ നെട്ടോട്ടമായിരുന്നു. ഒരുത്തനെ കവാലക്കുറ്റിക്ക് ഞാനെന്ന് കൊടുത്തായിരുന്നു. മിക്ക പെൺകുട്ടികളും അവിടെ നിന്ന് ഇറങ്ങി കരഞ്ഞുകൊണ്ടാണ് പോയത്. ഈ ഷോ ഇങ്ങനെ ആകാൻ കാരണം ഇതിൻ്റെ സംഘാടകരും കമ്മിറ്റിക്കാരും മാത്രമാണ്. ഇത്രയും സംഭവം നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ കമൻറ്റ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് കമൻസ് ഒക്കെ ഞാൻ ഇങ്ങോട്ട് വെക്കാതെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇങ്ങനൊരു സിറ്റുവേഷൻ ആൾക്കാരിലോട്ട് ഇത്രയും രോക്ഷകുലനൊക്കെ ആക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അവിടുത്തെ സംഘാടകരാണ് അല്ലേ, അവരുടെ നിന്ന ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയാതെ അവർക്കാണെങ്കിൽ ആ ഒരു രോക്ഷകുലരാവുന്ന അവരുടെ ആ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. കാര്യം എത്രത്തോളം വെയിറ്റ് ചെയ്തായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ പെൺപിള്ളേരെ അവിടെ പിടിക്കാനും തുടരാൻ പിടിക്കാനും പോയേക്കുന്ന കുറേ പുന്നാര മക്കളുണ്ടല്ലോ, പിതൃശൂന്യന്മാരായിട്ടുള്ള ഇങ്ങനത്തെ കുറേ പുന്നാര മക്കൾ. ഇവന്മാരെയൊക്കെ ചെളിപ്പിക്കാത്ത പുതച്ചങ്ങ് ഇടുകയാണ് വേണ്ടത്. ഇതിനെ അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ ഒരു സാഹചര്യത്തിനെ മുതലെടുക്കുകയാണ് അവന്മാരൊക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവന്മാരെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് ഇവരുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരെയൊക്കെ നിൽക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ ഇടയ്ക്കൂടെ അല്ലേ റേപ്പ് ചെയ്തതിന് തുല്യമായിട്ടുള്ള കാര്യമല്ലേ അവന്മാർ ഇവിടെ ചെയ്തേക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ സ്പോട്ടിൽ പിടിച്ച് വെച്ചിട്ടാണെങ്കിലും നേരെ പോലീസിന് വിളിച്ച് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്തിട്ട് നേരെ പബ്ലിക് ആക്കണമായിരുന്നു. പിന്നെ തിരക്കിനിടയിൽ ഇതിനുള്ള സമയം കിട്ടുന്നില്ല. എന്തായാലും ഈ ഒരു പുള്ളി ഒരാളെ പൊട്ടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കി ആ ഒരു സംഘാടകർ പറഞ്ഞ കാര്യം അങ്ങോട്ട് വെക്കാം. എല്ലാവരും വളരെ സംയമനം പാലിക്കുക. ബാരിക്കേഡുകൾ തുടങ്ങിയൊക്കെ വലിച്ച് കൊടുക്കാൻ ശ്രമിക്കരുത്. പക്ഷെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ ശ്രദ്ധിക്കേണ്ടത് പോലീസിന്റെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. നിങ്ങൾ ആരെ എന്ത് ചെയ്താലും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ സൈഡും തെളിവ് സൈഡും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മനസ്സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഇവിടെ നിന്നും പയ്യെ ചെയ്യുന്നതാണ്. ഒരു പ്രശ്നത്തിന് ബാധിക്കേണ്ടവർ അവരുടെ പോലീസിന്റെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നു. എന്തുവാടേ അപ്പോഴും ഇതിനകത്തിലെ കാര്യം എന്താണെന്നൊന്നും ഇവരെവിടെയും പറയുന്നില്ല. ഇങ്ങനെ അവിടെ നിൽക്കുന്ന അത്രയും കൂടി നിൽക്കുന്ന ജനങ്ങളാണ്. ഇപ്പം ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും അവർ മനസ്സിലാക്കാതിരിക്കും. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല ഈ കൂടിയിരിക്കുന്ന ഇത്രയും ആൾക്കാർ. ആ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയണ്ടേ. പക്ഷെ ഇതിനെ തുടർന്നിട്ട് അവിടുത്തെ ഈ ഒരു ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങളൊന്ന് കേൾക്കണം. വേടം വന്നിട്ട് പോയാൽ മതി. കാര്യം അത്ര ഇത് പൊട്ടി അവർ പറയുന്നുണ്ടെങ്കിൽ, കാര്യം അത്ര ആ ചെളിക്കകത്തൊക്കെ നിന്ന് ഇത്രയും താമസിച്ച് വെയിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അവർ നിന്നതല്ലേ. ആ സംഘാടകർ പറയുന്നില്ലേ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത്. 8000 പേരാണ് ഒരു പരിപാടിക്ക് പറഞ്ഞിരിക്കണം. ഈ ലോകത്തുള്ള 8 ലക്ഷം പേര് വന്നു കഴിഞ്ഞാൽ പരിപാടി സെറ്റ് ആവോ? അപ്പൊ പിരിച്ചുവിട്ടല്ലേ പറ്റൂ. എല്ലാരും വീട്ടിൽ പോവാ. വണക്കം 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 മക്കളെ. ഒറ്റ ഒരു ഇതേ പറയാനുള്ളൂ. ഇത് കണ്ടോ ഇതേ പറയാനുള്ളൂ. ഈ തിരക്ക് കൂടിയതിന്റെ പേരിലാണ് ഇങ്ങനെ പരിപാടിയൊക്കെ ക്യാൻസൽ ആവുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ യഥാർത്ഥ കാരണം എന്താണെന്നുള്ള ഇവർ പറയുന്നില്ലേ. ഈ പരിപാടിയുടെ നടക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. സംഘാടക സമിതിക്ക് വേണ്ടി ഈ ക്ഷമ ചോദിക്കുന്ന സമയം അതിൽ കാര്യം എന്താണെന്നുള്ളത് പറയാനൊക്കെ ഉണ്ട്. അവർക്കത് മനസ്സിലാവാത്ത അത്ര പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരല്ലല്ലോ അവിടെ നിൽക്കുന്നേ. നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ ഇതുമായി സഹകരിച്ച് നമുക്ക് വരും വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാമെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. രണ്ട് മണിവരെ അവരെ അവിടെ നിർത്തി ബുദ്ധിമുട്ടിക്കായിരുന്നു ഈ സംഘാടകർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. പിന്നെ ഇതിനൊക്കെ നല്ല രീതിയിൽ പൊളിച്ചിട്ടാണ് ആൾക്കാർ അവിടെ പോയിട്ട് ചെളി വാരിയിരുന്നതും അതിൻ്റെ കുറേ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കുക. അതിലൊരു പോലീസുകാരനൊക്കെ ചെളിക്കകത്ത് കുതിർന്നിറങ്ങി പോകുന്ന കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴും ഇത്രയും സാഹചര്യത്തിൽ അവർ നിൽക്കുമ്പോഴും കാരണം എന്താണെന്ന് പറയുന്നില്ല. പിന്നെ സംഘാടകർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. സംഘാടകരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവെച്ചതെന്നാണ്. അപ്പോൾ സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8000 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്നും
കോടതിയുടെ ഓർഡർ പ്രകാരം CISI നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരു സ്റ്റുപ്പിഡായിട്ടൊരു റീസൺ ആണ്. കാരണം വേടൻ്റെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഈ റീസെൻ്റ് തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു പ്രോഗ്രാം വെച്ചാണ്. അന്ന് എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പറമ്പിൽ 8000 പേര് എന്ന് പറയുന്നത് ഒരിക്കലും അതിനൊക്കെയല്ല. നമ്മൾ 1,00,000 പേര് കൂടുതൽ എന്തായാലും ഇവിടെ ആൾക്കാർ വരും എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതനുസരിച്ച് പരിപാടി പ്ലാൻ ചെയ്യണം. അത് പറ്റില്ല. കോടതിയുടെ ഓർഡർ 8000 പേര് കൂടുതൽ വന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റുപ്പിഡ് ആക്കരുത്. പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മളിവിടെ സംഘാടകരോട് ചോദിച്ചപ്പോൾ കിളിമാനൂർ CIയും SIയും വന്ന് ഇവിടെ ബോധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ട്. 8000 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അറിയില്ല. ഒരുപക്ഷെ ഇപ്പൊ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരുന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ അവർ പറയുമ്പോഴും ഈ മരണത്തിന്റെ കാര്യം ഇവരുടെ അടുത്ത് ഇത്രയും സമയമായിട്ട് പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴും വേടൻ പറഞ്ഞിട്ട് വേടൻ ഈ ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ട ആരാണ്? സംഘാടകരാണ്. എന്നിട്ടും സംഘാടകർ കാണിക്കാത്ത ഉത്തരവാദിത്വം വേടൻ നേരത്തെ കാണിച്ചു. അതായത് വീഡിയോ ഇട്ട് എല്ലാവരും ആൾക്കാരെ അറിയിച്ചു ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു, ഞാൻ അവിടെ ഒന്ന് പാടുന്ന ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, അത്രയും അടിപൊളിയായിട്ടുള്ള കാര്യമല്ലേ വേടൻ അവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു നിയമത്തിന്റെ പറ്റിയിട്ട് എനിക്ക് അത്രയും ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കണ്ടിരുന്നു പരിപാടി ഇത്ര ആൾക്കാരിൽ കൂടുതൽ വരാൻ പാടില്ല അങ്ങനത്തുള്ള ഒരു ബൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, ഇവിടെയുള്ള പാർട്ടി പരിപാടികൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലൊക്കെ ആണെങ്കിൽ ഇത്ര നിശ്ചിതമായിട്ടുള്ള ആൾക്കാർ മാത്രമേ വരാൻ പാടുള്ളൂ എന്നെങ്കിലും എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. അത് മാത്രമല്ല ഇതിൽ കൂടുതൽ അമിതമായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കുമിഞ്ഞുകൂടി വരുന്നിടത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയാം ഒക്കെ ആൾക്കാർ കൂടുതലാണ്, സോ ഉത്സവം പിരിച്ചു വിട്ടു അല്ലെങ്കിൽ നിങ്ങൾ ഇനി പിരിച്ചു പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? അപ്പം അതിനകത്തുള്ളൊരു ലോജിക്ക് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ സംഘാടകർ കാണിച്ചിരിക്കുന്നത് നല്ല ശുദ്ധ തന്തയില്ലാത്ത പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. കാര്യം ഇത്രയും സമയമായിട്ട് ഇവരുടെ അടുത്ത് കാരണം എന്താണെന്ന് പറഞ്ഞില്ല. അത്രയും ആൾക്കാർക്കും വേടൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണക്കാർ ഇവരൊക്കെ തന്നെയാണ്. പിന്നെ എന്തിനാണെങ്കിലും ആൾക്കാർ ഇത്രയും ചെളിവാരി എറിയാനൊക്കെ കാരണക്കാരായിട്ടുള്ളത് ഈ സംഘാടകരൊക്കെ തന്നെയാണ്. അപ്പം അവർ എന്തായാലും അവർ അർഹിക്കുന്നവരാണ്. അവർ കാണിച്ച പരിപാടിക്ക് ചെളിയല്ല വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണിക്കേണ്ടതായിട്ടൊരു കാര്യം. അത്രത്തോളം തോന്നിയ ദിവസമാണ് അവർ കാണിച്ചിരുന്നത്. ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ടോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോഴും നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഇത്രയും രോക്ഷകുലരായിട്ട് ഇങ്ങനെ കാണിച്ചേക്കുന്ന അക്രമമൊക്കെ കാണിച്ചേക്കുന്ന ആൾക്കാരുടെ അടുത്ത്, അതേപോലെ ഈ തിരക്കിൻ്റെ ഇടയ്ക്കിൽ പെമ്പിള്ളാരെ നോണ്ടാൻ പോയിരിക്കുന്ന പുന്നാരമക്കളുടെ ആണെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധവാന്മാരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഒരു പ്രോഗ്രാം വെക്കുന്നതിൽ തന്നെ എത്രത്തോളം ഇതുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചതിൽ തെറ്റോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രോഗ്രാം എന്നിട്ട് ഇത് ക്യാൻസൽ ആയി പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഒരു വേണ്ടാതീനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നുമില്ലെങ്കിലും ഉത്തമ ബോധ്യരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് നടക്കുന്ന എന്താണെന്ന് ഉത്തമ ബോധ്യരായിട്ടുള്ള ആൾക്കാരല്ലേ നമ്മൾ. അപ്പം അതിൻ്റെ ഒരു പക്വതയെങ്കിലും എല്ലാവരും കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.